ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബോൺസായി ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന അഡീനിയം ചെടിയുടെ കുറച്ച് കെയറിങ്ങും അതേപോലെ അഡീനിയം ചെടികൾ നമുക്ക് എങ്ങനെ നിറയെ തൈകൾ വളർത്തിയെടുക്കാം, അഡീനിയം ചെടികളിൽ നിറയെ പൂക്കളൊക്കെ ഇതേപോലെ വിരിയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അഡീനിയം ചെടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ അഡീനിയം ചെടികൾ ഒക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ അധികം മഴ കൊള്ളാത്ത സ്ഥലത്ത് വയ്ക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മളതൊരു ഷെയ്ഡിലേക്കാണ് വെച്ചിട്ടുള്ളത്. എന്നാലും വെയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ തൈകളായാലും വലിയ ചെടികളും ഒക്കെ ആ രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ വിത്തുകൾ മുളച്ച് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള പുതിയ തൈകളാണ്. അതേപോലെ എയർ ലെയറിങ് ചെയ്ത് നട്ടു കൊടുത്ത തൈകളുണ്ട്. എയർ ലെയറിങ് ചെയ്ത് കട്ട് ചെയ്ത ഭാഗമാണിത്. ഇപ്പോൾ നമ്മൾ 2 ആഴ്ച മുന്നേ എയർ ലെയറിങ് ചെയ്തതായിരുന്നു. ഈ ഒരു ഭാഗത്ത് അതിൻ്റെ കട്ടിങ് ആണ് ഈ കാണുന്നത്. കട്ടിങ് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൽ പൂക്കളൊക്കെ ഉണ്ട്. അതേപോലെ കായ്കളും ഒക്കെ ഉള്ള ഒരു വലിയ പ്ലാന്റാണ്. അതേപോലെ ഡബിൾ പെറ്റൽസ് ഉള്ള ചെടികൾ ഒക്കെ നമുക്ക് ഈ രീതിയിൽ എയർ ലെയറിങ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എയർ ലെയറിങ് ചെയ്യുന്നതിന് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് ഈ ചെടിയുടെ തണ്ട് ഭാഗം, നമുക്ക് ഏത് ഭാഗത്താണോ ചെയ്യാനുള്ളത് അവിടെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു മുറിവ് ഉണ്ടാക്കി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 2 ആഴ്ച മുന്നേ നമ്മൾ മുറിവ് ഉണ്ടാക്കി വെച്ചതാണ്. അത് ഏകദേശം ആ ഒരു ഭാഗം കവറായിട്ടുണ്ട്. ഇത് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ എയർ ലെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണ്, ചകിരിത്തൊണ്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കെട്ടി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് വേരുകൾ വരും. വേരുകൾ 2-3 മാസം ആകുമ്പോഴേക്കും അതിൽ വേരുകൾ വരും. ഏകദേശം 1 മാസം കഴിയുമ്പോൾ തന്നെ ചെറിയ വേരുകൾ നമുക്ക് കാണാം. അത് 2-3 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് മുറിച്ച് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ മുറിച്ച് നട്ടിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള അഡീനിയം ചെടി വളരുകയും ചെയ്യും. ഇത് നമ്മളങ്ങനെ എയർ ലെയറിങ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി നട്ട തണ്ടുകളാണ്. അതിൽ പുതിയ തണ്ടുകൾ ചെടികൾ വളർന്നു വന്ന് പൂക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ തൈകൾ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഹൈറ്റിൽ വളർന്നു വരുന്നുണ്ട്. നമുക്ക് ബോൺസായി ആയിട്ട് ചെറിയ ഡ്രം ചെയ്ത് വളർത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തലഭാഗം നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എയർ ലെയറിങ് ചെയ്തിട്ട് തലഭാഗം കട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പുതിയ തൈ കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടി നമ്മൾ സ്ക്രാച്ച് ചെയ്ത് വെച്ചതാണ്. ഈ ഒരു ഭാഗം ഇതേപോലെ തൂരിഭാഗം കളഞ്ഞ് വെച്ചതാണ്. നമ്മൾ ഏകദേശം 2 ആഴ്ച മുന്നേ അത് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കതിന് മുകളിൽ മണ്ണ് വെച്ച് കെട്ടി കൊടുക്കുകയാണ് നല്ലത്. നമുക്കിതിലേക്ക് ഇനി കവർ ചെയ്യാനാണുള്ളത്. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ചെടികൾ നോക്കി ഇതേപോലെ ഒരു കട്ടിങ്ങും ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നോക്കാം. ഈ ഒരു മിക്സാണ് നമ്മൾ കെട്ടി വെച്ച് കൊടുക്കുന്നത്. ഇതിൽ കുറച്ച് ചകിരി തൊണ്ടിൻ, അതായത് കോക്കോപീറ്റ് ഉണ്ട്. അതേപോലെ കുറച്ച് മണ്ണ്, വേണമെങ്കിൽ കുറച്ച് ചാണകപ്പൊടി എടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ളത് അതിന് പകരമായിട്ട് നമ്മുടെ ടാർസിൻ്റെ മുകളിലൊക്കെ ഒഴുകി വരുന്ന, മഴ പെയ്താൽ ഒഴുകി വരുന്ന ആ വേസ്റ്റാണ്. അത് ഏറ്റവും നല്ലതാണ് നമുക്ക് ഈ അഡീനിയം ചെടികൾക്ക്. ഇതൊക്കെ വെള്ളം പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സാണ് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത്. ഇത് നമ്മളൊരു പോളിത്തീൻ കവറിൽ വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുക. പോളിത്തീൻ കവർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോളിത്തീൻ കവർ നമ്മൾ എടുക്കും. അതിൻ്റെ മുകളിൽ കുറച്ച് ഇതേപോലെ കോക്കോപീറ്റ് വെച്ച് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുക. ഇതേപോലെ കുറച്ച് നമ്മൾ കവറിലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കെട്ടി കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പം 400 രൂപയ്ക്ക് വാങ്ങിയ ചെടിയാണ്. ഈ ഒരു ചെടിയിൽ നമുക്ക് പൂക്കളുണ്ടായി, പക്ഷേ അതിൽ വിത്തുകൾ ഉണ്ടായിട്ടില്ല. ഇനി വിത്തുകൾ ഉണ്ടാവണമെങ്കിൽ ഇനിയും 2-3 വർഷം കഴിയാൻ സാധ്യതയുണ്ട്. നല്ല മൂപ്പത്തിയ ചെടികളിലാണ് നമുക്ക് പെട്ടെന്ന് പൂക്കൾ വരുന്നതിന് വിത്തുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കിതിൻ്റെ ഒരു തൈകൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതേപോലെ എയർ ലെയറിങ് മെത്തേഡിൽ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കട്ടിങ് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ചോട്ടൊന്ന് പുതിയ തളിപ്പുകൾ വന്നിട്ട് ഇതൊന്ന് ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും ചെടി. അല്ലെങ്കിൽ ചെടി നല്ല ഹൈറ്റിൽ വളർന്ന് ഒക്കെയാണ് ചെയ്യുക. അതിൻ്റെ ഒരു ഭംഗി അത്ര കിട്ടില്ല. അപ്പോൾ അഡീനിയം ചെടികൾക്ക് എപ്പോഴും നല്ലത് ഇതേപോലെ നമ്മൾ ബ്രൂൺ ചെയ്ത് വിടുന്നതായിരിക്കും. ബ്രൂൺ ചെയ്യുന്നതിൻ്റെ കൂടെ എയർ ലെയറിങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ആയി കിട്ടുകയും ചെയ്യും. ഇതേപോലെ നമ്മൾ എയർ ലെയറിങ്ങിന് വേണ്ടി വെച്ചിട്ടുള്ള മറ്റു ചെടി, ഈ ഒരു ചെടിയിലും കൂടി നമ്മൾ ഇതേപോലെ കവറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിനും കൂടി നമ്മൾ ലെയറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ തൈകളൊക്കെ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. തൈകൾ സാധാരണ നമ്മൾ ഏകദേശം ഒരു ഹൈറ്റായി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ് ചെയ്യുക. അതിന് പകരം നമ്മൾ ലെയറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിടിക്കാൻ പാടായിരിക്കും. പക്ഷേ ലെയറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വേരുകൾ വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വിത്തുകൾ നമുക്ക് മുളപ്പിക്കാൻ സാധിക്കും.
ഇതാണ് നമ്മൾ അടീനിയം ചെടികളുടെ വിത്തുകൾ. ഇപ്പോൾ ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു ചെറിയൊരു പോട്ടിൽ നമ്മൾ വിത്ത് പാക്കി കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പുതിയ തൈകൾ ഈ വിത്ത് മുളച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ മുളപ്പിച്ചെടുത്ത തൈകളാണ് ഈ കാണുന്നതൊക്കെ. ചെറിയ തൈകളടക്കം നമ്മൾ ആ രീതിയിൽ മുളപ്പിച്ചെടുത്തതാണ്. ചെറിയ പോട്ടിലാക്കി വെച്ചതാണ്. കുറച്ചുകൂടി വലുതാവാനുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി വലിയ പോട്ടിലേക്ക് മാറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.